ഹായ് ഹലോ. അപ്പം ഞങ്ങൾ ആലപ്പുഴ ജിംഖാന കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ ഇപ്പം പറയണത് ഗൈസ്, ഇതാണ് പടം. എന്താ പറയുക, നല്ല ഒരു ഫാലിമി പ്രേമലു ആവേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വർഷം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടമാണ് ആലപ്പുഴ ജിംഖാന. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കോമഡി, നല്ല അത് ക്ലീഷേ കോമഡി ഒന്നുമല്ല, നല്ല അടിപൊളി കോമഡിയാണ്. നമ്മൾ ഒരുപാട് ചിരിച്ചു. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ആവേശം കൊള്ളിക്കുന്ന കുറേ സീൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നോർമലി നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന സിനിമയുടെയൊക്കെ കുറേ ഒരു ഇതുണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നായകന്മാര് അല്ലെങ്കിൽ നായകന്റെ ആൾക്കാരെല്ലാം ഇങ്ങനെയാണ് അവസാനം എൻഡിങ് ആവേണ്ടത്, അതൊക്കെ തച്ചൊടച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയണത്, ഒരു പുതുമ, ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഈ സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ പറയണ, ഇതാണ് പടം ഗൈസ്, ഇതാണ് പടം. മേക്കിംഗ് അടിപൊളിയാണ്, കോമഡി എല്ലാം വർക്കായിട്ടുണ്ട്. എന്താ പറയണത്, നല്ലൊരു കൂട്ടുകെട്ടിൻ്റെ ഒരു നല്ലൊരു പടം. നമ്മുടെ ആ ഒരു ഈ വർഷം ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് കുറേ നല്ല പടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം എന്തേ അങ്ങനെ നല്ലൊരു കോമഡി, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഒരു പടം കിട്ടുന്നില്ല. ഇറങ്ങുന്നുണ്ട്, കുറേ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഫാലിമി, ആ പ്രേമലു, ആവേശം, ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ്. ഫുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല. നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യും. ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ്. എന്താ പറയണത്, പൈസ വസൂലാണ് ഈ പടത്തിന്. അപ്പോൾ ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ ഈ ഒരു പടത്തിന്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ലൊരു ജോണറിലുള്ള ഒരു പടമാണ്. ഇതാണ് പടം എന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിന് അനാവശ്യമായിട്ടുള്ള ഒരു സ്ലോ മോഷനോ കാര്യങ്ങളോ കുത്തിത്തിരിവി കയറ്റിയിട്ടില്ല. നായകനെ കാണിക്കാനായിട്ട് മാസ് ഇൻട്രോയോ അല്ലെങ്കിൽ സ്ലോ മോഷനോ മുടി പറത്തുന്നതോ പൊടി പറക്കുന്നതോ ഒന്നും തന്നെ ഇല്ല. നമ്മളതാ പറഞ്ഞത്, നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന നായകന്റെ ഒരു പരിവേഷവും അല്ലെങ്കിൽ നായകൻ ഇങ്ങനെയാണ് അവതരിക്കേണ്ടത്, അതൊക്കെ തച്ചുടച്ചുകൊണ്ടുള്ള ഒരു പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഒരു നമ്മുടെ ഈ ജനറേഷനിൽ നമുക്ക് എന്താണ്, ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പടങ്ങൾ കാണാനാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അങ്ങനത്തെ ഒരു പടം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്ത ഒരു പടമാണ്. ഇത്രയ്ക്ക് തന്നെ തോന്നും. പിന്നെ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടോ. നമുക്ക് എങ്ങനെ പറയേണ്ടത്, ആ ഒരു ഫിലിമിന്റെ ഒരു ഫ്ലോ, ഇങ്ങനെ ആ ഗ്രാഫ് ഒരിക്കലും താഴാത്ത രീതിയിൽ നല്ല രീതിയിൽ ആ സിനിമ കൊണ്ടുവന്ന് എൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇച്ചാണ് എന്താ അഭിപ്രായം? ചാരു പറഞ്ഞ തന്നെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ഒരു ഭയങ്കര എന്റർടൈൻമെന്റ് പടം, ഭയങ്കര എന്റർടൈൻ. എനിക്ക് രണ്ടാമത് കാണണമെന്നുണ്ട്. എന്തായാലും 2-3 ദിവസത്തിൽ നമുക്ക് പോവാം കേട്ടോ. കാരണം അത്രയ്ക്ക് എന്റർടൈൻമെന്റ് ഉണ്ട് അതിൽ. നമുക്ക് വീണ്ടും കാണാനുള്ള സ്റ്റഫ് അതിൽ തന്നെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ക്ലിഷേ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്ലിഷേ ബ്രേക്കിംഗ്. അതായത് ഇപ്പൊ ചാരു പറഞ്ഞല്ലോ, നായകൻ ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല. ഈ സിനിമ കാണണം നിങ്ങൾ. അതൊരു പ്രത്യേക ഭയങ്കര ഫ്രഷ്നെസ് ആണ്, ഭയങ്കര ഫ്രഷ്നെസ്. അതായത് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഖാലിദ് റഹ്മാൻ നമ്മൾ ഓൾറെഡി നമുക്കറിയാം, തല്ലുമാല ഭയങ്കര ഹിറ്റായി. ഇത് വേറൊരു, അത് കുറച്ച് ലോക്കൽ അടിയാണെങ്കിൽ ഇത് പ്രൊഫഷണൽ അടിയാണ്. പിന്നെ ബോക്സിങ് തന്നെയാണ് കേട്ടോ സിനിമ. നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെയാണ്, ബോക്സിംഗ് ആണ് മെയിൻ വിഷയം. പക്ഷെ സ്റ്റണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറയാം, ടെക്നിക്കൽ സൈഡിൽ സ്റ്റണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സിങ് എത്രമാത്രം ആ ഒരു ഇമ്പാക്ട്ഫുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ക്യാമറ, ഈ ബോക്സിങ് കാണിക്കുന്ന എല്ലാ വിഷ്വലിലും ഭയങ്കരമായ ക്യാമറ എന്ന് വെച്ചാൽ വെറുതെ ഇങ്ങനെ വെട്ടിച്ച് സ്ലോ മോഷൻ ക്യാമറ അതല്ല, ഭയങ്കര രസമുണ്ട് കാണാൻ. ആ ക്യാമറ മൂവ്മെന്റ്, ഓരോ പഞ്ചിന് കൊടുത്തിരിക്കുന്ന മൂവ്മെന്റുകൾ, ക്യാമറ വർക്ക് എക്സ്ട്രീം. തല്ലുമാല നമുക്ക് ഓൾറെഡി അറിയാം, ക്യാമറ വർക്ക് കിട്ടില്ലായിരുന്നു. ഇത് അതിനേക്കാൾ മേലെ പോയി. കാരണം ബോക്സിംഗ് റിങ്ങിന്റെ അകത്ത് ആ ഷോട്ടൊക്കെ വേറെ ലെവൽ. പിന്നെ സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, അതായത് ഒരു ബോറടി ഇല്ലാതെ ഒരു നൈസായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് പോയി എൻഡിൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റ് ഒന്നുമില്ല. സിനിമ ട്വിസ്റ്റും തേങ്ങയും വാങ്ങിയൊന്നുമില്ല, പക്ഷെ ഒരു പുതുമയുണ്ട്. നമുക്ക് കാണുമ്പോൾ ഹായ് കൊള്ളാം, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു എൻഡിങ്, അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നു. ഭയങ്കര ഫ്രഷ്നെസ് തോന്നുന്നു. ഇതിൽ വേറെ ഒന്നും പറയാനില്ല, ഒരു കുറ്റവും കുറവും ഒന്നുമില്ല ഈ പടം. റിപ്പീറ്റ് വാല്യൂ, നമുക്ക് തിയേറ്ററിൽ ഒരു 3-4 പ്രാവശ്യം പോയി കാണാനുള്ളത് എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ എന്തായാലും ഒന്നും കൂടെ റിപ്പീറ്റാണ്, ഞാൻ ഉറപ്പായിട്ടും പോവും. ഞാനും ചാരു ഉറപ്പായിട്ടും പോവും. പിന്നെ ഇനി OTT വന്നാലും നമ്മൾ റിപ്പീറ്റ് വാല്യൂ ആണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണും ഈ പടം, ഉറപ്പാണ്. സൂപ്പർ പടം ഫുള്ളി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ആർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ന്യൂ ജനറേഷൻ പടമാണ്. അതായത് ന്യൂ ജനറേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഇപ്പോഴത്തെ നമ്മളിപ്പം വയസ്സായി, നമ്മളൊക്കെ തന്തയായിപ്പെന്നാണ് പറയുന്നത്. ഇനിയും താഴെയുള്ള അടുത്തൊരു ജനറേഷനിലുള്ള കഥയാണിത്.
പക്ഷെ അത് നമുക്കും കണക്റ്റ് ആവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര കിടിലൻ പടം, സൂപ്പർ.